വിഷ്ണു, ഇതൊരു ക്ഷേത്ര. ഇവിടെ ചില മര്യാദകളൊക്കെ ഉണ്ട്. അതിവിടെ വരുന്നവരൊക്കെ അതാരായാലും പാലിക്കേണ്ടതാ. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? പലതും ഉണ്ടാകാതിരിക്കാനാ ഞാനിപ്പോ അത് പറഞ്ഞത്. അമ്മയെ കൂടി കൊണ്ടുവരായിരുന്നില്ല കുഞ്ഞേച്ചി? അതിനിവിടെ കല്യാണമൊന്നും നടക്കുന്നില്ലല്ലോ, കുടുംബത്തെ മുഴുവൻ വിളിച്ചു വരുത്താനായിട്ട്. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇത് പപ്പിമോളുടെ പേരിൽ നടത്തുന്ന ഹോമല്ലേ? അതിൽ പങ്കെടുക്കാനുള്ള അവകാശം ശ്യാമയുടെ വീട്ടുകാർക്കുള്ളതല്ലേ? ഇവിടെ പോയാലും സമാധാനം തരത്തില്ലെന്ന് പറഞ്ഞ പിന്നെ എങ്ങനെയാ? ഇവിടെ ഇപ്പൊ ആര് ക്ഷണിച്ചിട്ടാ ഈ വരവ്? സത്യമേ, ഞാൻ പറഞ്ഞിട്ടാ കുഞ്ഞേച്ചി വന്നത്. പപ്പിക്ക് വേണ്ടിയുള്ള പൂജയല്ലേ, എല്ലാവരും പങ്കെടുക്കുന്നത് നല്ലതല്ലേ? ശ്യാമേ, അമ്മ നിർത്ത്. നീ അവളുടെ മെക്കെട്ട് കയറണ്ട. അതെ, ഇനിയിപ്പോ പറഞ്ഞില്ലെങ്കിൽ തന്നെ ഇതൊരു അമ്പല, ഇവിടെ ആർക്കും വരാം. വിഷ്ണു, നിന്നോട് ഞാൻ വല്ലതും ചോദിച്ചോ? ഇല്ലല്ലോ. എന്തെങ്കിലും ചോദിക്കുമ്പോൾ മാത്രം മറുപടി പറഞ്ഞാൽ മതി, കേട്ടല്ലേ? അമ്മേ, അതെ, പ്രദക്ഷിണം ചെയ്തവർ ഹോമം നടക്കുന്നിടത്ത് ചെല്ലാൻ പറഞ്ഞു. വാ. വാ മോളെ. എന്താ വരുന്നില്ലേ? ഞാൻ വന്നത് സത്യാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കാര്യമാക്കണ്ട. തനിക്ക് അമ്മയെ അറിയാലോ, തന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ ഇഷ്ടക്കേടാ. അത് കുറച്ച് കഴിഞ്ഞാൽ താനും മാറിക്കോളൂ. അത് മൈനിയുടെ കാര്യമില്ല. താൻ വാ. വിഷാട്ടം നടന്നോ? ഞാൻ പിന്നാലെ വരാം. ശാലിനി വാ. ഞാൻ വന്നോളാം. വിഷ്ണുട്ടം നടന്നു. വിഷ്ണു, വന്നേക്കണേ. ഭഗവാനെ, എന്റെ മകൾ പത്മിനിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ആയുഷ് ഹോമത്തിൽ പങ്കെടുക്കാനാണ് ഞാൻ വന്നത്. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് ആ ചടങ്ങുകൾ നടത്താൻ അവസരം ഉണ്ടാക്കണേ. ഒരു തടസ്സവും വരാതെ നോക്കണേ. പത്മിനിയെ പ്രസവിച്ച അമ്മ എന്ന നിലയിൽ അതെന്റെ കടമയാ, ഒരമ്മയുടെ അവകാശം. അതിനൊരു വിഘ്നവും വരുത്താതെ എന്നെയും എൻ്റെ മക്കളെയും കാത്തു രക്ഷിക്കണേ. എന്റെ നമ്പർ അവക്ക് മനസ്സിലാവരുത്. ഹലോ ഹലോ, ആരാ ഇത്? എന്നെ ഒരു ഫ്രണ്ടായിട്ടോ ശത്രുവായിട്ടോ മിത്രമായിട്ടോ എങ്ങനെ വേണേലും കാണാം. അതിലൊന്നും എനിക്കൊരു വിരോധമില്ല. എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആള് തെറ്റിയതാണെന്ന് തോന്നുന്നു. കളക്ടർ ശാലിനി വിഷ്ണുവിൻ്റെ നമ്പറിലേക്ക് വെറുതെ ഒരു കോൾ വിളിച്ച് കളിയാക്കാൻ മാത്രം വെട്ടിയൊന്നുമല്ല ഞാൻ. ഇതാരാണെന്നോ എന്താണെന്നോ അറിഞ്ഞിട്ട് തന്നെയുള്ള വിളിയാ. ശരി, എന്തിനാ വിളിച്ചത് അത് പറ. എന്തായാലും ഇങ്ങനെ ഒരു സ്പാം കോൾ ചെയ്തതിൽ നിന്നും നീ നിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറല്ലെന്ന് മനസ്സിലായി. പറ, എന്തിനാ എന്നെ വിളിച്ചത്? ഒരു സഹായം ചെയ്യാനാ. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സഹായം. അങ്ങനൊരു സഹായം ചെയ്യാൻ എന്നെ നിങ്ങളൊന്ന് അനുവദിക്കണം. ശരി, എന്ത് സഹായമാ ചെയ്യാൻ പോകുന്നത്? പപ്പിക്ക് വേണ്ടിയാണ് നീ പൂജയിൽ പങ്കുകൊള്ളാൻ വന്നതെന്നും നിന്റെ മകളാണ് പപ്പിയെന്നും സത്യഭാമയ്ക്ക് അറിയില്ലല്ലോ.
അതൊന്ന് അറിയിച്ചു കൊടുക്കാൻ. എന്താ അറിയിക്കട്ടെ? നീ ആരോ? എന്താ നിന്റെ ഉദ്ദേശം? പറഞ്ഞല്ലോ ശാലിനി, ഞാനൊരു പരോപകാരിയാ. മറ്റുള്ളവർക്ക് ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ പണി. അത് ചെയ്യാൻ നീ എന്നെ അനുവദിക്കേ പ്ലീസ്. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിലേ എനിക്ക് ഉറക്കം വരില്ലെന്നേ. എന്ത് ചെയ്യാം, എന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. എടി, നീ ഇതൊക്കെ ആരോടാ പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ? ഞാനൊന്ന് ഇൻഫോം ചെയ്താ നീ അകത്താ. എനിക്ക് അകത്ത് പോകുന്നതിലൊന്നും ഒരു പരാതിയില്ല എന്റെ ശാലിനി. പക്ഷെ നിന്റെ അവസ്ഥ അതാണോ? ഈ രഹസ്യം അറിഞ്ഞ ശാരദാമ്മയുടെ മൂന്നാമത്തെ മകളായ ശ്യാമയെയും സത്യഭാമ ശ്യാമയെ കുറ്റിച്ചൂലിനടിച്ച് പുറത്താക്കി ചാണകവെള്ളം തളിക്കും. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. രോഹിത് ശ്യാമയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇത്രയും നാള് വഞ്ചിച്ചതിന് പ്രതികാരം വീട്ടാൻ ഒരുങ്ങുന്ന മനോഹരമായ കാഴ്ച. നീയപ്പ ഇത്രയും നാളെന്നെ ചതിക്കുകയായിരുന്നല്ലേ? പപ്പി നമ്മളുടെ മോളല്ല എന്നുള്ള രഹസ്യം എന്തിനാണ് എന്നെ ഒളിപ്പിച്ചു വെച്ചത്? അപ്പോ നീ എന്നെ വിഡ്ഢിയാക്കുകയായിരുന്നല്ലേ? രോഹിത്, ഞാൻ എടീ, അവൻ ചിലപ്പോ ശ്യാമയെ കൊന്നെന്നും ഇരിക്കും. അനാഥനായ അവന് ആകെയുള്ള ഒരു അവകാശിയാണ് പപ്പി. അതുകൂടി അവന്റെ സ്വന്തം അല്ലെന്നറിയുമ്പോ അവന് ഭ്രാന്ത് വരും, മുഴുഭ്രാന്ത്. അപ്പൊ പിന്നെ ശ്യാമയെ കൊല്ലുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഭ്രാന്തന്മാർക്ക് ഇപ്പൊ എന്തും ചെയ്യാലോ. പിന്നെ ഞാനത്ര ചീപ്പൊന്നും അല്ല ശാലിനി. അത്യാവശ്യം മനസ്സലിവുള്ളവളുവാ. മറ്റുള്ളവരുടെ സങ്കടം കണ്ടാ വേദനിക്കുന്നവളുവാ. നീ ഇപ്പൊ ത്രിശങ്ക സ്വർഗത്തിലാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനിപ്പൊ ഈ രഹസ്യം സത്യഭാമയെ അറിയിക്കുന്നില്ല. എന്താ എന്താ നിന്റെ ഉദ്ദേശം? പണമാണോ? കളക്ടറല്ലേ, പണം കാണുമെന്നൊക്കെ എനിക്കറിയാം. അത് നീ ആ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് അങ്ങ് ഇട്ടേക്ക്. ഇതാരായിരിക്കും എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്? സ്പാം കോൾ ആയതുകൊണ്ട് അറിയാനും കഴിയില്ല. സുസ്മിതയാണോ? അവൾക്ക് ഇങ്ങനെയുള്ള തറപ്പണികൾ ചെയ്യാൻ പറ്റും. സുസ്മിതയുടെ നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? വിളിച്ചത് ഞാനാണോന്ന് അറിയാനുള്ള കളക്ടറുടെ തന്ത്രം. മോളെ ശാലിനി, ഇത് സുസ്മിതയാ. നീ മാനത്ത് കാണുമ്പോ ഞാനങ്ങ് സാറ്റലൈറ്റ് വഴി ശൂന്യാകാശത്താ കാണുന്നത്. ഹലോ, ഞാൻ ശാലിനിയാ. ആ മനസ്സിലായി ശാലിനി, പറഞ്ഞോളൂ. സുസ്മിത ഇപ്പൊ എവിടെയാ? ആ ഞാൻ എനിക്ക് സുസ്മിതയെ കൊണ്ടൊരാവശ്യം ഉണ്ടായിരുന്നു. എന്തിനാടി? നിന്റെ അമ്മായിയമ്മയ്ക്ക് വായുകോപം ഉണ്ടായോ? ഞാനവിടെ നിന്ന് അല്പം ദൂരെയാണല്ലോ ശാലിനി. ഞാനൊരു പ്രോപ്പർട്ടി ഇഷ്യൂവിൽ പെട്ട് ഓടിക്കൊണ്ടിരിക്കുക. കുറെ കാലം ഞാനവിടെ ഇല്ലായിരുന്നല്ലോ. ആ സമയത്ത് ഈ ജഗദീപ് ഒപ്പിച്ച പണിയാ.
ഞാനവിടെ വന്നതിന് ശേഷം നമുക്ക് നേരിട്ട് കാണാം. ശരി. ശരി. ശാലിനി, നീ IAS ആണെങ്കിലേ ഞാൻ ICS ആ, ഇന്ത്യൻ ക്രിമിനൽ സർവീസ്. എന്നെ പുതപ്പിച്ച് കിടത്താനുള്ള പുതപ്പൊന്നും നിന്റെ കയ്യിലില്ല മോളെ. ഇനി അവള് അടുത്ത ഘട്ടം ഈ ലൊക്കേഷൻ സെർച്ച് ചെയ്യലായിരിക്കും. അതുകൊണ്ട് കാറ് കുറച്ച് മുന്നോട്ട് കയറ്റിയിടാം. അതെ, വണ്ടി കുറച്ച് മാറ്റിയിടണേ. ശരി മാഡം. അപ്പോ എന്നെ സ്പാം കോൾ ചെയ്തത് സുസ്മിത അല്ലേ? പിന്നെ ആരാണെങ്കിലും വളരെ അടുത്തറിയാവുന്നവരാരോ ആണ്. ആരായിരിക്കും അത്? ഹലോ. ഹലോ, സത്യഭാമയല്ലേ? മാഡം. സത്യഭാമ ആരാ സംസാരിക്കുന്നേ? ഞാൻ കുറച്ച് ദൂരേന്ന് വിളിക്കുക. എൻ്റെ പേര് സുനിത. എനിക്ക് അത്യാവശ്യമായിട്ട് കളക്ടറോടൊന്ന് സംസാരിക്കണം. കളക്ടറോട് സംസാരിക്കണമെങ്കിൽ അത് അവരുടെ ഫോണിൽ വിളിക്കണം. ഇത് സത്യഭാമയുടെ ഫോണാ. അയ്യോ മാഡം, അങ്ങനെ പറയരുത്. കളക്ടറുടെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഈ നമ്പറിൽ വിളിക്കുന്നത്. കളക്ടറുടെ മദർ ഇൻ ലോന്റെ ഫോൺ നമ്പർ ആണെന്ന് പറഞ്ഞ് തന്നതാ. പറഞ്ഞാൽ എന്ത് കാര്യവും നടത്തിത്തരുന്നും പറഞ്ഞു. എനിക്ക് എങ്ങനെയെങ്കിലും കളക്ടറോടൊന്ന് സംസാരിച്ചാൽ മാത്രം മതി മാഡം. ഞാൻ ഇവിടെ ഒരു ക്ഷേത്രത്തിൽ നിൽക്കുക. എനിക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നിങ്ങൾ മറ്റെന്തെങ്കിലും വഴി നോക്ക്. അയ്യോ, അങ്ങനെ പറയരുത് മാഡം. ഇത് രണ്ടുപേരുടെ ജീവിത പ്രശ്നം. ഇതിനിപ്പോ പരിഹാരം കാണാൻ പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യും. കളക്ടർ ഏതോ ക്ഷേത്രത്തിൽ ചടങ്ങിന് പോയിരിക്കാണെന്ന് പറഞ്ഞു. അതാ മാഡത്തിന്റെ നമ്പർ തപ്പിപ്പിടിച്ച് വിളിച്ചത്. ദയവ് ചെയ്ത് മാഡത്തിന്റെ ഫോണൊന്ന് കളക്ടർക്ക് കൊടുക്കണം. ചേടാ, ഇത് വലിയ ശല്യമായല്ലോ. അങ്ങനെ പറയല്ലേ മാഡം. ഒരു മനുഷ്യജീവന്റെ കാര്യമല്ലേ? ഒന്ന് സഹകരിക്കും മാഡം, പ്ലീസ്. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ആ, സത്യേ, ഡേ ഇങ്ങോട്ട് വന്നേ. അതെ, ഈ ഫോൺ നിന്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്ക്. സത്യാമ്മ ഇവിടെ. അമ്മേ, അമ്മയ്ക്കൊരു ഫോണുണ്ട്. സത്യാമ്മയുടെ മൊബൈലിലേക്കാ വിളിച്ചത്. അതാരാ? അതും സത്യാമ്മയുടെ മൊബൈലിലേക്ക്. ഹലോ. ആ, കളക്ടറാണോ? അതെ, കളക്ടർ ശാലിനി വിഷ്ണു ആണ്. ഇതാരാ സംസാരിക്കുന്നത്? ഇത് നേരത്തെ വിളിച്ച നിന്റെ ഫ്രണ്ട് തന്നെയാ. ഞാൻ വളരെ മാന്യമായ രീതിയിലാ നിന്നോട് അവിടുന്ന് പോവാൻ പറഞ്ഞത്. പക്ഷെ നീ കേൾക്കുന്നില്ല. അതുകൊണ്ടാ സത്യഭാമയുടെ ഫോണിലേക്ക് തന്നെ വിളിക്കേണ്ടി വന്നത്. ഇനിയും ഞാൻ സത്യഭാമയെ വിളിക്കണോ? അങ്ങനെ വിളിച്ചാ എനിക്ക് പലതും പറയേണ്ടി വരും. എന്നെക്കൊണ്ട് അങ്ങനെ ഒരു സാഹസം നീ ചെയ്യിക്കണോ? 2 മിനിറ്റ് സമയം കൂടി ഞാൻ നിനക്ക് തരും. അതിനുള്ളിൽ നീ അവിടെ നിന്ന് പോയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. തകർത്ത് കളയും നിന്റെയൊക്കെ ജീവിതം. ഫോൺ കൊണ്ടുപോയി സത്യാമ്മയ്ക്ക് കൊടുക്ക്. ശരി അമ്മേ.
ഹലോ മാഡം. ആ ഹലോ, എനിക്ക് ലാസ്റ്റ് വന്ന കോളുകൾ ഏത് ലൊക്കേഷനിൽ നിന്നൊന്ന് പറയാൻ പറ്റുമോ? ആ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് ടവർ ലൊക്കേഷൻ ഒന്ന് അയക്കണം. ഓക്കെ മാഡം. നോക്കട്ടെ, ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്ന ആ കള്ളിയെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന്. ഭഗവാനെ, എനിക്ക് എൻ്റെ അച്ഛനെ കാണണം. ശാരദാമ്മയോടും അമ്മയോടും ചോദിച്ചിട്ടൊന്നും എൻ്റെ അച്ഛനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. എങ്ങനെയാണ് എൻ്റെ അച്ഛൻ ഇരിക്കുന്നത്? മുടി ചുരുണ്ടിട്ടാണോ? ഒന്നും എനിക്കറിയൂല. എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്നെ കളിയാക്കുക. എനിക്ക് അച്ഛനില്ലെന്ന് തന്നെ അവര് പറയുന്നത്. എനിക്ക് അവരുടെ മുന്നിൽ എൻ്റെ അച്ഛനെ കാണിച്ചു കൊടുക്കണം, കൊണ്ടുപോയി നിർത്തി കൊടുക്കണം. ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് എത്രയും പെട്ടെന്ന് എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് തരണം. അച്ഛനെ കാണാതെ ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിക്കണം. എന്നെ സങ്കടം കണ്ട് എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ. ഭഗവാനെ, ഞാൻ കണ്ണടച്ച് നിൽക്കുക. അച്ഛൻ്റെ രൂപമെങ്കിലും എൻ്റെ മനസ്സിലൊന്ന് കാണിച്ചു തരണേ. ഭഗവാൻ കണ്ടിട്ടുണ്ടാവുമല്ലോ, സുന്ദരനാണോ എൻ്റെ അച്ഛൻ? ആ രൂപമൊന്ന് എനിക്ക് കണ്ടാൽ മാത്രം മതി. ഒന്ന് കാണിച്ചു താ ഭഗവാനെ. എൻ്റെ അച്ഛനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. കഴിയില്ല അല്ലേ? എനിക്കറിയാം. ഭഗവാൻ മനഃപൂർവ്വം എന്നെ സങ്കടപ്പെടുത്തുക. എൻ്റെ അച്ഛൻ എന്തായാലും കുറെ കഴിയുമ്പോൾ വരുമല്ലോ, അപ്പൊ ഞാൻ കണ്ടോളാം. സങ്കടത്തോടെ ഞാൻ കണ്ണു തുറക്കുക. ഇതെന്തൊക്കെയാ പറയണേ? ഇത് കണ്ടിട്ടാ ഞാനിങ്ങോട്ട് വന്നേ. അടുത്ത് വന്നപ്പോഴാണ് മോള് പ്രാർത്ഥിക്കുകയാണെന്ന് മനസ്സിലായത്. അതാ മിണ്ടാതെന്ന്. അച്ഛന്റെ രൂപം എനിക്ക് മനസ്സിൽ കാണിച്ചു തരാൻ ഞാൻ ഈശ്വരനോട് പറയായിരുന്നു. ഈശ്വരന് കഴിവുള്ളയല്ലേ, ചിലപ്പോ കാണിച്ചു തന്നാലോ? അതാ ഞാൻ അങ്ങനെ ചോദിച്ചത്. എന്നിട്ട് കാണിച്ചു തന്നോ? ഇല്ല. അച്ഛന്റെ രൂപം കാണാത്തതില് സത്യം മോൾക്ക് സങ്കടമുണ്ടോ? അതുണ്ട്, പക്ഷെ നടക്കില്ലല്ലോ. ചിലപ്പോ ഭഗവാനും കണ്ടിട്ടുണ്ടാവില്ല. ജോലി തിരക്കുള്ള ആളല്ലേ, ഇവിടെ അമ്പലത്തിലൊന്നും വന്നിട്ടുണ്ടാവില്ല. മോള് സങ്കടപ്പെടണ്ട. മോളുടെ അച്ഛൻ വരാനായിട്ട് ഈ ബിഗ് ഫ്രണ്ടും പ്രാർത്ഥിക്കാം. സത്യം? ഈ സത്യമോളാണ് സത്യം. ഇവിടെ മാത്രമല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ഹോമത്തിനിടയ്ക്കും പ്രാർത്ഥിക്കാം. മിക്കവാറും ഈ പൂജയും ചടങ്ങും ഒക്കെ കഴിയുമ്പോ സത്യക്കുട്ടിയുടെ മുമ്പില് സത്യയുടെ അച്ഛനെത്തും. ഉറപ്പ്? ഓ, ഉറപ്പ്. അച്ഛനെ കാണാൻ ഇത്രയും ആഗ്രഹിക്കുന്ന ഒരു കൊച്ചിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ ഏത് ദൈവത്തിനെ മോളെ കഴിയാ? ഭഗവാന്റെ അനുഗ്രഹം മോൾക്കുണ്ടാവും, ഉറപ്പ്. എന്നെ ഫോൺ ചെയ്യുന്നവള് ഇവിടെ എവിടെയോ ഉണ്ട്. അവളെ കണ്ടെത്തേണ്ടത് എൻ്റെ ആവശ്യമാണിപ്പോൾ. ഒരു കളക്ടർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവളെ ഒന്ന് അറിയിക്കണം. ഈ കോമ്പൗണ്ടിനകത്ത് എവിടെയോ അവളുണ്ട്. ഒരു പക്ഷേ എൻ്റെ ഈ വരവെല്ലാം അവൾ എവിടെ നിന്നെങ്കിലും വീക്ഷിക്കുന്നുണ്ടാവാം. പഠിച്ച കള്ളിയാണ് അവള്. ഇപ്പം എനിക്ക് അവളെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും എനിക്ക് അവളെ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല.
ആരെയായി നോക്കുന്നേ? അത് അല്ല, ഇതെന്താ ഇവിടെ വന്നിങ്ങനെ മാറി നിൽക്കുന്നേ? അല്ല, സത്യാമ്മ കാണാതെ നിൽക്കാലോ, അതാ ഇങ്ങോട്ട് മാറി നിൽക്കുന്നത്. അല്ല, അവിടെ എന്തേ ഹോമത്തിന്റെ കാര്യങ്ങളൊക്കെ? കുഞ്ഞിച്ചി, അത് ഓർത്തിട്ടാ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത.